ഹായ് ലേണേഴ്സ്, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ 1-ലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. 10th ലെവൽ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. പ്രസ്തുത യൂണിറ്റിലെ സെക്കൻഡ് മൊഡ്യൂളായ സോഷ്യൽ സയൻസ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സിലബസ് പരിശോധിച്ചാൽ അറിയാം, സോഷ്യൽ സയൻസ് എന്ന മൊഡ്യൂളിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നിങ്ങനെയാണ് 4 സബ് ടോപ്പിക്കുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ളത് നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സിലബസിലെ തന്നെ 3rd യൂണിറ്റിലെ 5th മൊഡ്യൂളിൽ ഈ ഭാഗം നമ്മൾ വിശദമായി പഠിക്കുന്നത് കൊണ്ട് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ള ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. 2016 മുതൽ 2021 വരെ നടന്ന സെറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്ത് സോഷ്യൽ സയൻസ് എന്ന ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്, ആ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻകാല സെറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പറുകളിലെ 4ഓളം ചോദ്യങ്ങളും ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള സെറ്റ് എക്സാമിന്റെ മുൻകാല ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യ മേഖലയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നത്. എന്താണ് ചോദ്യം? ഫൈൻഡ് ദി മിസ്മാച്ച് ഇൻ ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന പേരുകളിൽ തെറ്റായ പേര് ഏതാണ്, മിസ്മാച്ച് ആയിട്ടുള്ള പേര് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 4 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. യെല്ലോ റെവല്യൂഷൻ പോൾട്രി, ബ്ലൂ റെവല്യൂഷൻ അക്വാകൾച്ചർ, റൗണ്ട് റെവല്യൂഷൻ പൊട്ടറ്റോ, ഗോൾഡൻ റെവല്യൂഷൻ ഓയിൽ സീഡ്. അപ്പോൾ പ്രധാനപ്പെട്ട റെവല്യൂഷൻസും അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് 2 സെക്ഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, പേഴ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ മിസ്മാച്ച് ആയിട്ട് തെറ്റായ പേർ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓരോ റെവല്യൂഷനും എന്തിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെ പ്രതീകവൽക്കരിക്കുന്നു, എന്തിനെയാണ് അത് കുറിക്കുന്നത് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷനിലൂടെ തന്നെ ഇതിലെ ശരിയായിട്ടുള്ള, താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോഷ്യൽ സയൻസ് എന്നുള്ള മൊഡ്യൂൾ, ആ ടോപ്പിക്ക് വളരെയധികം വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രസ്തുത മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നുമാണ്. ഇവയിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു മുമ്പേ തന്നെ. അതിൽ നമുക്ക് റെവല്യൂഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റെവല്യൂഷൻ, വിപ്ലവം. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള വിപ്ലവങ്ങൾ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പ്രശസ്ത ചിന്തകനായ അരിസ്റ്റോട്ടിലെ വിപ്ലവത്തെ 2 വിധത്തിലാണ് വർഗീകരിച്ചത്, അല്ലെങ്കിൽ 2 വിധത്തിലാണ് അദ്ദേഹം നിർവചിച്ചത്. ഒരു ഘടനയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സമ്പൂർണമായ മാറ്റമെന്നും നിലവിലുള്ള ഘടനയുടെ പരിഷ്കരണമെന്നും. നമ്മുടെ സമൂഹത്തിലെ നിലനിൽക്കുന്ന അധികാര ഘടനയ്ക്കെതിരെയായി, അല്ലെങ്കിൽ സാമൂഹിക ഘടനയ്ക്കെതിരെയായിട്ട് ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുന്നതിലൂടെ താരതമ്യേന ഒരു ചെറിയ കാലയളവിന്റെ ഉള്ളിൽ തന്നെ അധികാരഘടനയിൽ മാറ്റമുണ്ടാകുന്ന, അല്ലെങ്കിൽ അധികാരഘടനയിൽ വരുത്തുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റത്തെയാണ് നമുക്ക് റെവല്യൂഷൻ എന്ന് പറയാവുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള റെവല്യൂഷൻസും അവയുടെ വർഷവുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം. അമേരിക്കൻ റെവല്യൂഷൻ 1776 മുതൽ 1783 വരെയുള്ള കാലയളവിലാണ് അമേരിക്കൻ റെവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവം നടന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം 1789 1799 കാലഘട്ടങ്ങളിലാണ് ഉണ്ടായത്. ഹെയ്റ്റിയൻ റെവല്യൂഷൻ 1791 1804 കാലഘട്ടങ്ങളിലാണ് നടന്നത്. യുണൈറ്റഡ് ഐറിഷ്മെൻ റിബല്യൻ, യുണൈറ്റഡ് ഐറിഷ്കാരുടെ കലാപം എന്നറിയപ്പെടുന്നത് 1798 നടന്നത്. സെറീബിയൻ റെവല്യൂഷൻ, സെറീബിയൻ വിപ്ലവം 1804 മുതൽ 1835 വരെ നീണ്ടു നിൽക്കുന്ന റെവല്യൂഷൻ ആയിരുന്നു അത്. ലാറ്റിൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധങ്ങൾ 1808 മുതൽ 1833 വരെ പ്രസ്തുത യുദ്ധം നിലനിന്നിരുന്നു. ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഗ്രീക്ക് സ്വാതന്ത്ര്യ സമരം 1821 മുതൽ 1832 വരെ നീണ്ടു നിന്ന വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി
നമുക്ക് ആവശ്യമില്ല. ഇവ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവയെ കുറിച്ചിട്ടുള്ള നോട്ട് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ താരതമ്യേന നമ്മുടെ സെറ്റിന്റെ പേപ്പറിൽ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ധാരാളം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ റവല്യൂഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് റവല്യൂഷൻസ് ഇൻ ഇന്ത്യ. നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് റവല്യൂഷൻസ് ഇൻ ഇന്ത്യ. അപ്പൊ പ്രധാനപ്പെട്ട റവല്യൂഷൻസ് ഏതാണ് എന്നുള്ളത് ആദ്യത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിൽ അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ സെക്ഷനിലും അതിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി എന്നുള്ളത് മൂന്നാമത്തെ കോളത്തിലും അത് നടന്ന കാലയളവ് നാലാമത്തെ കോളത്തിലുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടേബിൾ ആയിട്ട് സ്ക്രീനിൽ കാണാം. അപ്പൊ നെയിം ഓഫ് റവല്യൂഷൻ, അസോസിയേഷൻ, അസോസിയേറ്റഡ് വിത്ത് പീരീഡ്. നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റവല്യൂഷൻസ് എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സെറ്റ് എക്സാമുകളിലും മറ്റ് മത്സര പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിച്ചു കാണാവുന്ന ഒരു ചോദ്യമേഖലയാണിത്. ബ്ലാക്ക് റവല്യൂഷൻ, പെട്രോളിയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് ബ്ലാക്ക് റവല്യൂഷൻ. ഗോൾഡൻ റവല്യൂഷൻ, ഹോർട്ടികൾച്ചർ ആൻഡ് ഹണി, തേനീച്ച വളർത്തലും തേനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിൽ ഒന്നാണ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നിർഭക് തുഞ്ച് ആണ് ഇതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ഗോൾഡൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് നിർഭക് തുഞ്ച് ആണ്. 1991 മുതൽ 2003 വരെയാണ് ഈ റവല്യൂഷൻ നിലനിന്നിരുന്നത്. ബ്രൗൺ റവല്യൂഷൻ, ലെതർ, കൊക്ക മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലിരുന്ന റവല്യൂഷനാണ് ബ്രൗൺ റവല്യൂഷൻ എന്ന് പറയുന്നത്. മിസ്റ്റർ ഹിരാൽ ചൗധരിയാണ് ബ്രൗൺ റവല്യൂഷന് നേതൃത്വം നൽകിയത്. അടുത്തത് ഗ്രേ റവല്യൂഷൻ ആണ്. ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷനാണ് ഗ്രേ റവല്യൂഷൻ എന്ന് പറയുന്നത്. 1960-കൾക്കും 1970-കൾക്കും ഇടയിലാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടായത്. ബ്ലൂ റവല്യൂഷൻ, ഫിഷുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷനെയാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ അരുൺ കൃഷ്ണനാണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്. 1973 മുതൽ 2002 വരെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആ കാലയളവിൽ ഉണ്ടായിരുന്ന റവല്യൂഷനാണ് ബ്ലൂ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. സിൽവർ റവല്യൂഷൻ, മുട്ടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റവല്യൂഷനാണ് സിൽവർ റവല്യൂഷൻ. ഇന്ദിരാഗാന്ധിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2000 ആണ്ടിലാണ് ഇത് നിലവിലുണ്ടായിരുന്നത്. വൈറ്റ് റവല്യൂഷൻ, ഡയറി ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവത്തെയാണ് ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. വർഗീസ് കുര്യൻ ആണ് ഇതിന് നേതൃത്വം നൽകിയ പ്രധാനി. 1970-കളിലും 1970 മുതൽ 1996 വരെയാണ് ഈ റവല്യൂഷൻ നിലവിലുണ്ടായിരുന്നത്. റെഡ് റവല്യൂഷൻ, മീറ്റ് ആൻഡ് ടൊമാറ്റോ. അപ്പൊ നമുക്ക് റെഡ് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ചുവന്ന നിറം തന്നെ നമുക്ക് ആലോചിക്കാം. മീറ്റ് ആൻഡ് ടൊമാറ്റോയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള റവല്യൂഷനാണ് റെഡ് റവല്യൂഷൻ എന്ന് പറയുന്നത്. വിശാൽ തിവേരിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 1980-കളിലാണ് ഇത് നടന്നത്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ, റിലേറ്റഡ് വിത്ത് ജൂട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷനാണ് ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ. 1990-കളിലാണ് ഇത് നടന്നത്. ഗ്രീൻ റവല്യൂഷൻ, റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഗ്രീൻ എന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. MS സ്വാമിനാഥനാണ് അതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത്, ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. 1996 മുതൽ 1967 വരെയാണ് ഇത് നിലവിലിരുന്നത്. പിങ്ക് റവല്യൂഷൻ, റിലേറ്റഡ് വിത്ത് ഓണിയൻസ് ആൻഡ് പ്രോൺസ്. ദുർഗേഷ് പട്ടേൽ ആണ് അതിന് നേതൃത്വം നൽകിയത്. 1970-കളിലാണ് പിങ്ക് റവല്യൂഷൻ ഉണ്ടായിരുന്നത്. എവർഗ്രീൻ റവല്യൂഷൻ, ഫോർ ഓൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഗ്രോത്ത്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നതും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷൻ ആണ്. MS സ്വാമിനാഥൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്. 2014 മുതൽ 2022 വരെ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നിലവിലുള്ള റവല്യൂഷനുകളിൽ ഒന്നാണ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. MS സ്വാമിനാഥൻ, ഗ്രീൻ റവല്യൂഷന് നേതൃത്വം നൽകിയ MS സ്വാമിനാഥൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. റൗണ്ട് റവല്യൂഷൻ, റിലേറ്റഡ് വിത്ത് പൊട്ടറ്റോ പ്രൊഡക്ഷൻ. ഉരുളക്കിഴങ്ങിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നടന്ന റവല്യൂഷനാണ് റൗണ്ട് റവല്യൂഷൻ എന്ന് പറയുന്നത്. 1965 2005 കാലയളവുകളിൽ നടന്നിട്ടുള്ള റവല്യൂഷനാണ് റൗണ്ട് റവല്യൂഷൻ. സിൽവർ ഫൈബർ റവല്യൂഷൻ, റിലേറ്റഡ് വിത്ത് കോട്ടൺ പ്രൊഡക്റ്റ്.
രണ്ടായിരം ആണ്ടിലാണ് ഇത് നിലവിലുണ്ടായിരുന്നത്. യെല്ലോ റവല്യൂഷൻ റിലേറ്റഡ് വിത്ത് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ. ഓയിൽ സീഡ് പ്രൊഡക്ഷനുമായിട്ട് നിലവിലുണ്ടായിരുന്ന റവല്യൂഷനാണ് യെല്ലോ റവല്യൂഷൻ. മിസ്റ്റർ സാം പിട്രോഡ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. 1986 മുതൽ 1990 വരെ നിലവിലുണ്ടായിരുന്ന റവല്യൂഷനാണ് യെല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ റവല്യൂഷൻ അഗ്രികൾച്ചർ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഹയർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള റവല്യൂഷനാണ് പ്രോട്ടീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. കോയിൻഡ് ബൈ മിസ്റ്റർ നരേന്ദ്രമോദി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് പ്രോട്ടീൻ റവല്യൂഷന് നേതൃത്വം നൽകുന്ന പ്രധാനി. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഉണ്ടായ റവല്യൂഷനാണ് പ്രോട്ടീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറന്റ് അഫയേഴ്സ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. യെല്ലോ റവല്യൂഷൻ ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനം, പ്രത്യേകിച്ച് കടുക്, എള്ള് എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 1986-87 കാലഘട്ടത്തിൽ നടന്ന വിപ്ലവമാണ് യെല്ലോ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാം പിത്രോഡയാണ് ഇന്ത്യയിലെ യെല്ലോ റവല്യൂഷന്റെ പിതാവായി അറിയപ്പെടുന്നത്. അപ്പോൾ യെല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എഡിബിൾ ഓയിൽ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് യെല്ലോ റവല്യൂഷൻ എന്നുള്ളത്. അപ്പൊ യെല്ലോ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സാം പിത്രോഡയാണ്. ബ്ലൂ റവല്യൂഷൻ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെ അവികസിത രാജ്യങ്ങളിലെ സമുദ്രവും സമുദ്ര ഉൽപ്പന്നങ്ങളുമായിട്ട്, അതായത് ഫിഷ്, ഷെൽ ഫിഷ്, അക്വാട്ടിക് പ്ലാന്റ്സ് മത്സ്യം, കക്ക, മറ്റ് ജലവിഭവങ്ങൾ, സമുദ്ര സസ്യങ്ങളുടെ ഉൽപാദനവും വിപണനവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന റവല്യൂഷനാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നീൽ ക്രാന്തി മിഷൻ എന്നും ബ്ലൂ റവല്യൂഷൻ അറിയപ്പെടുന്നുണ്ട്. ബ്ലൂ റവല്യൂഷൻ ഓൾസോ കോൾഡ് നീൽ ക്രാന്തി മിഷൻ. 1985 ഇത് ആരംഭിച്ചത്. ഡോക്ടർ അരുൺ കൃഷ്ണ ആൻഡ് ഹിരാൽ ചൗധരി എന്നിങ്ങനെയുള്ള 2 വ്യക്തികളാണ് ബ്ലൂ റവല്യൂഷന്റെ പിതാക്കൾ, ഫാദേഴ്സ് ഓഫ് ബ്ലൂ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 2 പേരാണുള്ളത്, ഡോക്ടർ അരുൺ കൃഷ്ണൻ ആൻഡ് ഹിരാൽ ചൗധരി. അപ്പോൾ ബ്ലൂ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും പോയിന്റ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ബ്ലൂ എന്ന വാക്കിനെ നമുക്ക് കടലുമായിട്ട്, സമുദ്രവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമുദ്ര വിഭവങ്ങൾ, മത്സ്യവും കക്ക, മറ്റ് സമുദ്ര വിഭവങ്ങളുടെ ഉൽപാദനവും വിപണനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു റവല്യൂഷനാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത്. 1985 ഇത് ആരംഭിച്ചത്. റൗണ്ട് റവല്യൂഷൻ. Round revolution is the revolution adopted by the government of India for the increase in production of potato. This revolution is aimed to make the production doubled or tripled instead of single annual increase. ഉരുളക്കിഴങ്ങിന്റെ ഉൽപാദന വർധനയ്ക്കായിട്ട് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച വിപ്ലവമാണ് റൗണ്ട് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒറ്റത്തവണ വാർഷിക വർധനവിന് പകരം അത് ഇരട്ടിയാക്കുകയോ 3 ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ഈ വിപ്ലവം ലക്ഷ്യമിടുന്നത്. അപ്പോൾ റൗണ്ട് റവല്യൂഷൻ എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പൊട്ടറ്റോ, പ്രൊഡക്ഷൻ ഓഫ് പൊട്ടറ്റോ, പൊട്ടറ്റോയുടെ ഉൽപാദന മികവുമായിട്ട് അല്ലെങ്കിൽ ഉൽപാദനം കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റൗണ്ട് റവല്യൂഷൻ. അഗ്രികൾച്ചർ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട റവല്യൂഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കി. വൈറ്റ് റവല്യൂഷൻ, റൗണ്ട് റവല്യൂഷൻ, റെഡ് റവല്യൂഷൻ, സിൽവർ റവല്യൂഷൻ, യെല്ലോ റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ, ബ്ലാക്ക് റവല്യൂഷൻ, ഗോൾഡൻ റവല്യൂഷൻ, ബ്ലൂ റവല്യൂഷൻ എന്നിവയെല്ലാം തന്നെ നമ്മൾ പഠിച്ചതാണ്. ഇവയെ ഓരോന്നും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നു എന്നും ഏത് കാലഘട്ടത്തിലാണ് ഇവ നടന്നതെന്നും ഇതിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുൻകാല സെറ്റ് എക്സാമിലെ ഒരു ചോദ്യം നമ്മൾ കണ്ടു. എന്തായിരുന്നു ചോദ്യം? ഫൈൻഡ് ദി മിസ് മാച്ച് ഓഫ് ദി ഫോളോയിങ് എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് 4 പെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു, 4 സെറ്റുകളായിട്ട്. അതിൽ തെറ്റായ പെയർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിൽ തെറ്റായ പെയർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ തെറ്റായിട്ടുള്ള പെയർ. ഓപ്ഷൻ ഡിയില് കൊടുത്തിരിക്കുന്നത് യെല്ലോ റെവല്യൂഷൻ പോൾട്രി എന്നും ഗോൾഡൻ റെവല്യൂഷൻ ഓയിൽ സീഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലേ? യെല്ലോ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓയിൽ സീഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഫ്രൂട്ട്സും ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം ശരിയായിട്ട് വായിക്കണം. ചോദ്യം പെട്ടെന്ന് കണ്ടിട്ട്
ഓപ്ഷൻസ് തെറ്റായി പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടില്ല. ഫൈൻഡ് ദി മിസ്മാച്ച് ഓഫ് ദി ഫോളോയിങ് എന്നുള്ളതായിരുന്നു ചോദ്യം. തന്നിരിക്കുന്ന പേരുകളിൽ തെറ്റായ പേര് ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഗോൾഡൻ റവല്യൂഷൻ 1991 മുതൽ 2003 വരെയുള്ള കാലയളവ് ഇന്ത്യയിലെ ഗോൾഡൻ റവല്യൂഷന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നുണ്ട്. സുവർണ വിപ്ലവം ഗോൾഡൻ റവല്യൂഷൻ എന്നുള്ളത് തേനിന്റെയും അതുപോലെ തന്നെ തേൻ ഉൽപാദനം ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റവല്യൂഷൻ ആണ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗോൾഡൻ റവല്യൂഷൻ. നിർപാക് ടുട്ടജ് ആണ് ഗോൾഡൻ റവല്യൂഷന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നിർപാക് ടുട്ടജ് ഈസ് കോൾഡ് ഫാദർ ഓഫ് ഗോൾഡൻ റവല്യൂഷൻ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ഗോൾഡൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ടത്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല സെറ്റ് എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം കണ്ടുവരുന്ന ഒരു ചോദ്യ മേഖലയാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഡൈനാസിറ്റീസ് എന്നുള്ളത്. വിവിധ രാജവംശങ്ങളുടെ ഉദയത്തിനും പതനത്തിനും സാക്ഷ്യം വഹിച്ച വളരെ വിപുലമായ ചരിത്രമാണ് ഇന്ത്യയുടേത്. പ്രാചീന കാലത്ത് നിരവധി രാജവംശങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അവയിലെ പ്രധാനപ്പെട്ടവയുടെ പേരുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഏതൊക്കെയാണവ? മഹാജനപദ, നന്ദ ഡൈനാസിറ്റി, മൗര്യ ഡൈനാസിറ്റി, പാണ്ഡ്യ ഡൈനാസിറ്റി, ചേര ഡൈനാസിറ്റി, ചോള ഡൈനാസിറ്റി, പല്ലവ ഡൈനാസിറ്റി, ചാലൂക്യ ഡൈനാസിറ്റി. ഇനി ഇവ ഓരോന്നും എന്താണെന്നും അവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. മഹാജനപദാസ് BC 6-ാം നൂറ്റാണ്ടാണ് പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് കണക്കാക്കപ്പെടുന്ന കാലഘട്ടം. ഈ കാലഘട്ടം സുപ്രധാനമായിട്ടുള്ള ഒരുപാട് പരിണാമങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. അതുപോലെ ആദ്യകാല രാഷ്ട്രങ്ങളുടെ ഉദയം, മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന മഹാരാജ്യങ്ങളുടെ രൂപീകരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏത് കാലഘട്ടത്തിലാണ്? BC 6-ാം നൂറ്റാണ്ടിലാണ്, BC 6th സെഞ്ചുറിയിലാണ് മഹാജനപദങ്ങൾ എന്ന് അറിയപ്പെടുന്ന മഹാരാജ്യങ്ങളുടെ രൂപീകരണം നടന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസവും ഉത്ഭവവും ഈ കാലഘട്ടത്തിലാണ് നടന്നത്. ഇരുമ്പിന്റെ വർദ്ധിച്ച ഉപയോഗം ആരംഭിച്ചത്, അതായത് ജനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിലും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുടെ അടിസ്ഥാനത്തിലുമെല്ലാം അത് കൃഷിയെയും മറ്റ് വ്യാവസായിക മേഖലകളെയും കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ഇരുമ്പിന്റെ വർദ്ധിച്ച ഉപയോഗം ഉണ്ടായത് മഹാജനപദങ്ങളുടെ രൂപീകരണ കാലഘട്ടത്തിലാണ്, 6th സെഞ്ചുറിയിലാണ്. അതുപോലെ തന്നെ നാണയ വ്യവസ്ഥിതിയുടെ വികാസം, വിവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നാണയങ്ങളുടെ ഉപയോഗം രൂപപ്പെട്ടു വന്നത്, അതായത് കൂടുതലായിട്ട് അത് ഉപയോഗിച്ചു തുടങ്ങിയത് മഹാജനപദത്തിന്റെ രൂപീകരണ കാലത്ത് തന്നെയാണ്. ബുദ്ധമതം, ജൈനമതം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ചിന്തകളുടെ വളർച്ചയുടെ ആദ്യ നാമ്പുകൾ നമുക്ക് മഹാജനപദങ്ങളുടെ രൂപീകരണ കാലഘട്ടത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. അവയുടെ പേരൊന്ന് നമുക്ക് ജസ്റ്റ് സൂചിപ്പിച്ചു പോവാം. അംഗം, മഗധം, വൃജി അഥവാ വജ്ജി, കാശി, മല്ലം, കോസലം, അശ്മകം, അവന്തി, വത്സം, ചേതി, പാഞ്ചാലം, ശൂരസേനം, മത്സ്യം, കുരു, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട 16 മഹാജനപദങ്ങൾ. മിക്ക മഹാജനപദങ്ങളിലും രാജഭരണമാണ് നിലവിലുണ്ടായിരുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഓരോ തലസ്ഥാനം കാണുന്നത് പോലെ ഓരോ മഹാജനപദത്തിനും ഓരോ തലസ്ഥാനം ഉണ്ടായിരുന്നു. അവയെല്ലാം കോട്ടകൾ കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഓരോ മഹാജനപദങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥിര സൈന്യത്തെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും നിയമിച്ചിരുന്നു. 16 മഹാജനപദങ്ങളിൽ മോസ്റ്റ് പവർഫുൾ മഹാജനപദ എന്നറിയപ്പെടുന്നത് മഗധയാണ്. അപ്പൊ മഗധയാണ് മോസ്റ്റ് പവർഫുൾ മഹാജനപദ എന്ന് അറിയപ്പെടുന്നത്. മഗധ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ ധാരാളം എക്കൽ മണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി വളരെയധികം പുരോഗമിച്ചു. കൃഷിയോടനുബന്ധിച്ച് തന്നെ മഗധ എന്ന് പറയുന്ന ആ ഒരു മഹാജനപദം വളരെയധികം വളർച്ച പ്രാപിക്കുകയാണ് ഉണ്ടായത്.
അപ്പൊ മഹാജനപദാസ് എന്നുള്ളത് രൂപം കൊണ്ടത് 6-ാം നൂറ്റാണ്ടിലാണ്. 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. മഹാജനപദങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന ആശയം വന്നു തുടങ്ങിയത് മഹാജനപദങ്ങളുടെ കാലത്താണ്. 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയത് മഗധയായിരുന്നു. നന്ദ ഡൈനാസിറ്റി BCE 343 മുതൽ 321 വരെ മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജവംശമാണ് നന്ദ ഡൈനാസിറ്റി, നന്ദ രാജവംശം എന്ന് അറിയപ്പെടുന്നത്. മഹാപത്മനന്ദൻ എന്ന് പറയുന്ന മഹാരാജാവാണ് നന്ദ ഡൈനാസിറ്റിയുടെ സ്ഥാപകൻ എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാടലിപുത്രയാണ് നന്ദ ഡൈനാസിറ്റിയുടെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. നന്ദ സാമ്രാജ്യത്തെ ചന്ദ്രഗുപ്ത മൗര്യൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും മൗര്യ സാമ്രാജ്യം, മൗര്യ എംപയർ, മൗര്യ ഡൈനാസിറ്റി സ്ഥാപിക്കുകയും ചെയ്തു. മൗര്യ ഡൈനാസിറ്റി, മൗര്യ രാജവംശം. നമ്മൾ പ്രധാനപ്പെട്ട ഡൈനാസിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു? മഹാജനപദങ്ങളായിരുന്നു. മഹാജനപദങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ജനപദമായിരുന്നു മഗധ എന്ന് നമ്മൾ പഠിച്ചു. മഗധ സാമ്രാജ്യത്തെ, മഗധ രാജ്യത്തെ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു നന്ദ രാജവംശം എന്നുള്ളത്. നന്ദ രാജവംശത്തെ ആക്രമിച്ചുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം, മൗര്യ ഡൈനാസിറ്റി സ്ഥാപിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കി. ഇനി മൗര്യ ഡൈനാസിറ്റിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുവാൻ പോവുകയാണ്. മുൻകാല സെറ്റിന്റെ ചോദ്യപേപ്പറുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മൗര്യ ഡൈനാസിറ്റിയിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അപ്പൊ ഇനിയും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മൗര്യ ഡൈനാസിറ്റിയുടെ ഉദയത്തോടുകൂടി അല്ലെങ്കിൽ ഉത്ഭവത്തോടുകൂടി മഗധ സാമ്രാജ്യത്തിന്റെ വളർച്ച അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയായിരുന്നു. മഗധ രാജ്യത്തിന്റെ വളർച്ച അതിന്റെ ഉച്ചസ്ഥായിയിൽ, ഉന്നതമായിട്ടുള്ള നിലയിലേക്ക് എത്തുകയായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പുതിയ കാലഘട്ടമായി, പുതിയ മാറ്റത്തിന്റെ കാലഘട്ടമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പുരാതന ഇന്ത്യയിലെ ഏറ്റവും ശക്തവും വിപുലമായിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മൗര്യ ഡൈനാസിറ്റി എന്നാണ് ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. BCE 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ ഡൈനാസിറ്റി സ്ഥാപിച്ചത്. അപ്പൊ മൗര്യ ഡൈനാസിറ്റി സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. തന്റെ അധികാരം അഫ്ഗാനിസ്ഥാനിലേക്കും ബലൂചിസ്ഥാനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ചന്ദ്രഗുപ്ത മൗര്യൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ടുള്ള ബിന്ദുസാരനും അശോകനും ഈ സാമ്രാജ്യം നിലനിർത്തുകയും വിപുലമാക്കുകയും ചെയ്തു. അപ്പൊ അശോക ചക്രവർത്തി ഇന്ത്യയിലെ മികച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്ന ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. ബൃഹദ്രഥനായിരുന്നു മൗര്യ ഡൈനാസിറ്റിയുടെ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ റൂളർ, രാജാവ് എന്ന് പറയുന്നത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം മുതലായിട്ടുള്ള കൃതികളിലെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ശിലാലിഖിതങ്ങളിൽ നിന്ന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അശോക ആൻഡ് ഹിസ് പോളിസി ഓഫ് ധർമ്മ എന്ന് പറയുന്നത്, അശോക ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ധർമ്മ നയവും എന്ന് പറയുന്നത് വളരെയധികം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പഠിക്കുവാനില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൗര്യ ഡൈനാസിറ്റിയുമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. അവയിൽ പ്രധാനപ്പെട്ടവയെല്ലാം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പാണ്ഡ്യ ഡൈനാസിറ്റി, പാണ്ഡ്യ സാമ്രാജ്യം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന പ്രധാനപ്പെട്ട 3 സാമ്രാജ്യത്വ ശക്തികളിൽ ഒന്നായിരുന്നു പാണ്ഡ്യ ഡൈനാസിറ്റി, പാണ്ഡ്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. മറ്റു 2 സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിലുള്ള ചിത്രത്തിൽ വ്യക്തമായിട്ട് അത് കാണാവുന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ സംഘകാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 ഡൈനാസിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാണ്ഡ്യ ഡൈനാസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിലോ, ക്രിസ്തുവർഷത്തിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആണ് പാണ്ഡ്യ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് കരുതുന്നു. പാണ്ഡ്യരെ കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവർഷം മുമ്പ് 550 കാലഘട്ടത്തിലാണ്. സംഘകാലത്തെ ആദ്യകാല പാണ്ഡ്യ രാജവംശം കളഭ്രർ എന്ന് പറയുന്ന രാജാക്കന്മാരെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു.
അപ്പൊ അതോട് കൂടിയിട്ട് ആ പാണ്ഡ്യ ഡൈനാസിറ്റി നശിച്ചു പോവുകയാണ്. അതായത് സംഘകാലഘട്ടത്തിലെ ആദ്യമുണ്ടായ പാണ്ഡ്യ സാമ്രാജ്യം കളഭ്രർ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ രാജവംശത്തിന്റെ ആക്രമണത്തോട് കൂടിയിട്ട് നാമാവശേഷമായി പോവുകയാണ് ചെയ്തത്. പിന്നീട് ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിലെ കൊടുങ്കൻ എന്ന് പറയുന്ന രാജാവ് കളഭ്രരെ ആക്രമിക്കുകയും തങ്ങളുടെ രാജ്യം വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പൊ പാണ്ഡ്യ ഡൈനാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നീട് 9-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ചോളന്മാരുടെ ഭരണം തമിഴ്നാട്ടിൽ ശക്തമാവുകയും പാണ്ഡ്യ സാമ്രാജ്യം നശിച്ചു പോവുകയുമാണ് ചെയ്തത്. പിന്നീട് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പഠിക്കുവാനായിട്ടില്ല. പാണ്ഡ്യ ഡൈനാസിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ക്രിസ്തുവർഷം നമുക്ക് കൃത്യമായിട്ട് പറയുമ്പോൾ AD 6-ാം നൂറ്റാണ്ടിലാണ് ഇത് രൂപപ്പെട്ടത് എന്ന് നമുക്ക് കരുതാം. കളഭ്രർ ആദ്യകാല പാണ്ഡ്യ ഡൈനാസിറ്റി പാണ്ഡ്യ രാജവംശത്തെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കൊടുങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിലെ പാണ്ഡ്യ നഗരം കളഭ്രരെ അവിടെ നിന്ന് ആക്രമിച്ചു നീക്കുകയും സ്വന്തം രാജ്യം അവർ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പാണ്ഡ്യ ഡൈനാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ചേര ഡൈനാസിറ്റി, ചേര സാമ്രാജ്യം BCE 5-ാം നൂറ്റാണ്ട് മുതൽ CE 12-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ തെക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലായി നിലനിന്നിരുന്ന ഡൈനാസിറ്റിയാണ് ചേര ഡൈനാസിറ്റി എന്നറിയപ്പെടുന്നത്. കേരളപുത്രർ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. മലബാർ തീരം, കോയമ്പത്തൂർ, കരൂർ, സേലം എന്നീ സ്ഥലങ്ങൾ ഇവർ ഭരിച്ചിരുന്നു. ചേരന്മാർ ഭരിച്ചിരുന്ന ഈ പ്രദേശങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ ഭാഗമായിരുന്നു എന്ന് പറയാം. ചേര ഡൈനാസിറ്റിയുമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് സംഘ സാഹിത്യം എന്ന് പറയുന്നത്, സംഘ ലിറ്ററേച്ചർ. ചേര സാമ്രാജ്യത്തിന്റെ ഭരണ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് സംഘ ലിറ്ററേച്ചർ, സംഘ സാഹിത്യം എന്ന് പറയാം. സംഘകാലം തമിഴ് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ചേര ഡൈനാസിറ്റിയുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഭരണക്രമത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാനായിട്ട് കഴിയും. ആദ്യകാല ചേര സാമ്രാജ്യം എന്നും രണ്ടാമത്തെ ചേര സാമ്രാജ്യം എന്നും നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും രാജഭരണം തന്നെയാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേര രാജാവായിട്ട് അറിയപ്പെടുന്നത് ഉദയൻ ചേരലാതനാണ്. അപ്പോ സംഘസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പതിറ്റുപത്ത് എന്നുള്ളത്. ഓരോ 10 ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള 10 വീതം കൃതികളാണ് പതിറ്റുപത്ത് എന്ന സംഘസാഹിത്യ കൃതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യ 10-ലെ, അതായത് പതിറ്റുപത്ത് എന്നുള്ളത് സംഘസാഹിത്യ കൃതിയാണ്, 10 ചേര രാജാക്കന്മാരെ കുറിച്ച് വിശദീകരിക്കുന്ന പാടിപ്പുകഴ്ത്തുന്ന ഒരു കൃതിയാണ് പതിറ്റുപത്ത്. 10 രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള 10 വീതം പാട്ടുകളാണ് പതിറ്റുപത്തിലുള്ളത്. അതിലെ ആദ്യത്തെ 10-ൽ പരാമർശിക്കപ്പെടുന്ന രാജാവാണ് ഉദയൻ ചേരലാതൻ എന്ന് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ഉദയൻ ചേരലാതൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചേര ഡൈനാസിറ്റി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചേര ഡൈനാസിറ്റി പ്രധാനമായിട്ടും തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ചേര ഡൈനാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ചോള ഡൈനാസിറ്റി തെക്കേ ഇന്ത്യയിൽ ക്രിസ്തുവർഷം 13-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയ തമിഴ് സാമ്രാജ്യമായിരുന്നു. തമിഴ് ഡൈനാസിറ്റി ആയിരുന്നു ചോള സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോള സാമ്രാജ്യത്തെ കുറിച്ചുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള പരാമർശം നമുക്ക് ലഭിക്കുന്നത് അശോകന്റെ ശിലാശാസനങ്ങളിൽ നിന്നാണ്. കാവേരി നദിയുടെ ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളിൽ നിന്നാണ് ചോള സാമ്രാജ്യത്തിന്റെ ആരംഭം. ആദ്യകാല ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ കരിങ്കാല ചോളനാണ്. മധ്യകാല ചോള രാജാക്കന്മാരിൽ പ്രമുഖർ രാജരാജ ചോളൻ ഒന്നാമൻ, രാജേന്ദ്ര ചോളൻ എന്നിവരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കാവേരി നദിയുടെ ഫലഭൂയിഷ്ഠമായ തീരത്ത് രൂപം കൊണ്ട ഒരു വലിയ സാമ്രാജ്യമാണ് ചോള ഡൈനാസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ചോള സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ കാവേരി നദി തടമായിരുന്നു. ഇനി നമ്മൾ ഇതിലെ ചോള ഡൈനാസിറ്റിയുടെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി. രാജരാജ ചോളൻ ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെയും കാലത്ത് ചോള സാമ്രാജ്യം തെക്കേ ഏഷ്യയിലെയും തെക്കുകിഴക്കേ ഏഷ്യയിലെയും ഒരു സൈനിക, സാമ്പത്തിക, സാംസ്കാരിക ശക്തിയായിട്ട് മാറുകയായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള, വളരെയധികം പ്രശസ്തി ആർജിച്ചതും വളരെയധികം അംഗബലവും സാമ്രാജ്യത്വ ബലവും സൈനിക ബലവും ഉള്ള ഒരു
സാമ്രാജ്യത്വ ശക്തിയായിട്ട്, ഒരു ഡൈനാസിറ്റി ആയിട്ട് ചോള സാമ്രാജ്യം മാറി എന്ന് നമുക്ക് ചരിത്ര രേഖകളിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കുവാനില്ല. നമുക്ക് അറിയാം, തമിഴ്നാട് കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചിരുന്നത് പ്രധാനമായിട്ടും 3 ഡൈനാസിറ്റി, 3 രാജവംശങ്ങളായിരുന്നു, അല്ലെങ്കിൽ 3 സാമ്രാജ്യങ്ങളായിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? പാണ്ഡ്യ ഡൈനാസിറ്റി, ചേര ഡൈനാസിറ്റി, ചോള ഡൈനാസിറ്റി. പാണ്ഡ്യന്മാരെ, ചേരന്മാരെ, ചോളന്മാരെ, ഇതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് ഒരു പേര് പറയും, മൂവേന്തർ എന്നാണ് ഇവർ 3 പേരെയും കൂട്ടിയിട്ട് പറയാ. എന്താണ് പറയാ? മൂവേന്തർ എന്നാണ് ഈ 3 വിഭാഗത്തിലുള്ള ഡൈനാസിറ്റിയിലുള്ള തമിഴ്നാട് കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരെ, ചേരന്മാരെ, ചോളന്മാരെ എന്നീ 3 വിഭാഗങ്ങളെയും കൂട്ടി പറയുന്ന പേരാണ് മൂവേന്തർ എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡൈനാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. പല്ലവ ഡൈനാസിറ്റി, പല്ലവ സാമ്രാജ്യം. CE 275 മുതൽ CE 897 വരെ നിലനിന്നിരുന്ന ഒരു ഇന്ത്യൻ രാജവംശമായിരുന്നു പല്ലവ രാജവംശം. ദക്ഷിണേന്ത്യയുടെ ഒരു ഭാഗം ഭരിച്ചിരുന്നത് പല്ലവ രാജവംശമായിരുന്നു. പല്ലവ രാജവംശത്തിന്റെ സ്ഥാപകൻ സിംഹവിഷ്ണു എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെ കാര്യക്ഷമനും ശക്തനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. സിംഹവിഷ്ണുവിന്റെ മരണശേഷം മഹേന്ദ്രവർമ്മൻ എന്ന അദ്ദേഹത്തിന്റെ മകൻ രാജഭരണം ഏറ്റെടുക്കുകയും ഏകദേശം CE 571 മുതൽ 630 വരെ ഭരിക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പല്ലവ ഡൈനാസിറ്റിയുമായിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ പല്ലവ ഡൈനാസിറ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന രാജാവിന്റെ പേര് എന്തായിരുന്നു? സിംഹവിഷ്ണു എന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മഹേന്ദ്രവർമ്മനായിരുന്നു ഭരണം ഏറ്റെടുത്തത്. ചാലൂക്യ ഡൈനാസിറ്റി, ചാലൂക്യ രാജവംശം. അപ്പൊ ഭാരതത്തിലെ തന്നെ രാജവംശങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചാലൂക്യ രാജവംശം. 6-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ ദക്ഷിണേന്ത്യയുടെയും മധ്യ ഇന്ത്യയുടെയും വലിയ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ രാജവംശമായിരുന്നു ചാലൂക്യ രാജവംശം. ഈ കാലയളവിലെ 3 വ്യത്യസ്ത ഇൻഡിവിജ്വൽ ഡൈനാസിറ്റികളായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത്. 543 പുലികേശി ഒന്നാമൻ ആണ് ചാലൂക്യ രാജവംശം സ്ഥാപിച്ചത്. അപ്പൊ ചാലൂക്യ രാജവംശം സ്ഥാപിച്ചത് പുലികേശി ഒന്നാമൻ ആയിരുന്നു. 6-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലെ ദക്ഷിണേന്ത്യയുടെ സൗത്തേൺ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെയും സെൻട്രൽ ഇന്ത്യയുടെയും ഭൂരിഭാഗം ഭാഗങ്ങളും ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ചാലൂക്യ ഡൈനാസിറ്റി എന്ന് അറിയപ്പെടുന്നത്. സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിലെ സോഷ്യൽ സയൻസ് എന്ന വിഭാഗത്തിലെ ഹിസ്റ്ററിയുമായിട്ട് നിരന്തരം ചോദിച്ചു കാണുന്ന ചില ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് നമ്മൾ ജോഗ്രഫിയിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ ചോദ്യപേപ്പറുകളിലും സോഷ്യൽ സയൻസ് എന്ന മേഖലയിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിൽ തന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ധാരാളമുണ്ട്. അവയിൽ ഭൂരിഭാഗം ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന വിധത്തിലുള്ള നോട്ട് നമ്മുടെ സൈറ്റിൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തെ വ്യത്യസ്ത ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൗമോപരിതലത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓർഡർ ഒന്നുകൂടി പറയാം: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇവയാണ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ദി ട്രോപ്പോസ്ഫിയർ, ഭൂമിയുടെ ഉപരിതലവുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന അന്തരീക്ഷത്തിന്റെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയുടേതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളുടെയും ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പാളിയെയും നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുവാനായിട്ട് കഴിയും. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷത്തിന്റെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. വീണ്ടും സ്ട്രെസ് ചെയ്ത് ആ പോയിന്റ് തന്നെ പറയുകയാണ്. ഭൂമിയിൽ നിന്ന് 10 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉയരത്തിലാണ് ട്രോപ്പോസ്ഫിയർ എന്ന ലെയർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അന്തരീക്ഷ പ്രതിഭാസങ്ങളായ കാറ്റ്, മേഘം, മഴ എന്നിവയെല്ലാം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. താപനില വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ട്രോപ്പോസ്ഫിയറിന് വളരെയധികം പങ്ക് വഹിക്കാനായിട്ടുണ്ട്. 78% നൈട്രജൻ, 20% ഓക്സിജൻ, 0.93% ആർഗൺ എന്നിവയടങ്ങിയ ഒരു വാതക പാളിയായിട്ട് നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ വിലയിരുത്താനായിട്ട് സാധിക്കും.
ഈ അന്തരീക്ഷത്തിന്റെ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഈ ലെയർ ആണ് നമ്മുടെ താപനില നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന രണ്ടാമത്തെ പാളിയാണ്. ഇത് ട്രോപ്പോസ്ഫിയറിന് മുകളിലാണ്. അപ്പോൾ ഭൗമോപരിതലത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിലായിട്ടുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ്, വിഭജിക്കുന്ന ആ ഒരു ലെയറെയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന നടുക്കുള്ള ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? ട്രോപ്പോപാസ് എന്ന് വിളിക്കാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ താപനില വർദ്ധിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 20 മുതൽ 50 കിലോമീറ്റർ അകലെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി കണ്ടുവരുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ആണ്. ജെറ്റ് വിമാനങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ജെറ്റ് വിമാനങ്ങൾ, ജെറ്റിന്റെ സഞ്ചാരത്തിന് അനുയോജ്യമായിട്ടുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന്റെ തൊട്ടു മുകളിലുള്ള പാളിയാണ് മീസോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കാം. ദി മീസോസ്ഫിയർ. മീസോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ദൂരത്തിൽ കാണപ്പെടുന്ന പാളിയാണ്. മീസോസ്ഫിയറിന് മുകളിലേക്ക് പോകുമ്പോൾ താപനില കുറഞ്ഞു വരുന്നു. നൈറ്റ് ഷൈനിങ്, നിശാദീപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നോക്ടിലൂസന്റ് മേഘങ്ങളും മീസോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന മേഘങ്ങളായിട്ടുള്ള നോക്ടിലൂസന്റ് മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഉൽക്കകൾ കത്തുന്ന പാളി കൂടിയാണ് മീസോസ്ഫിയർ. അതിനാൽ ഈ പ്രദേശത്തെ ഉൽക്കാവർഷ പ്രദേശം, മീറ്റിയർ റീജിയൻ എന്നും വിളിക്കുന്നു. മീസോപാസ് ആണ് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വിഭജിക്കുന്ന ഭാഗം. തെർമോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 മുതൽ 400 കിലോമീറ്റർ അകലെയുള്ള പാളിയാണ് തെർമോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിന് മുകളിലേക്ക് പോകുമ്പോൾ താപനില വർദ്ധിക്കുന്നുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള പാളിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. തെർമോസ്ഫിയറിന്റെ ഈ ഭാഗങ്ങളാണ് അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുത ചാലകതയുള്ള പാളിയാണ് അയണോസ്ഫിയർ. നമ്മുടെ ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയർ മൂലമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് തെർമോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള തെർമോസ്ഫിയറിന്റെ പാളി അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ എന്നുള്ളത്. വൈദ്യുത ചാലകതയുള്ള പാളി എന്നറിയപ്പെടുന്നതും അയണോസ്ഫിയർ ആണ്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയർ മൂലമാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററിന് മുകളിലുള്ള പ്രദേശത്തെ അല്ലെങ്കിൽ തെർമോസ്ഫിയറിന് മുകളിലുള്ള ആ പാളിയെ നമുക്ക് എക്സോസ്ഫിയർ എന്ന് വിളിക്കാം. എക്സോസ്ഫിയറിൽ താപനില 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. ഹൈഡ്രജൻ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റങ്ങളും അടങ്ങിയിരിക്കുന്ന പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ ഇവ തമ്മിലുള്ള കൊളൈഡ്, ഇവ തമ്മിലുള്ള ഒരു കൂട്ടിയിടി വളരെ കുറച്ച് മാത്രമാണ് നടക്കുകയുള്ളൂ. ഗുരുത്വാകർഷണത്തിന്റെ, നമ്മുടെ ഗ്രാവിറ്റിയുടെ ഫലമായിട്ട്, ഗ്രാവിറ്റിയുടെ സ്വാധീനത്താൽ അവ ഒരു ബാലസ്റ്റിക് ആയിട്ടുള്ള ഒരു പാത പിന്തുടരുന്നു. അപ്പൊ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിന് തൊട്ട് മുകളിൽ കിടക്കുന്ന പാളിയാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് എക്സോസ്ഫിയറിലാണ്. ഇന്നർ ലെയേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഉള്ളിലുള്ള ലെയേഴ്സ്, പാളികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ലിത്തോസ്ഫിയർ ആണ്. ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ ഘടന പരിശോധിച്ചാൽ അതിന് 3 പാളികൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണവ? ക്രസ്റ്റ്, മാന്റിലെ, കോർ എന്നിവയാണവ. ക്രസ്റ്റ്, മാന്റിലെ, കോർ. ഇതിലെ കോറിനെ തന്നെ നമുക്ക് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും വിളിക്കാവുന്നതാണ്. നമുക്ക് സാധാരണ അറിയുന്നതാണ് പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്, ഭൂമിയുടെ ഇന്നർ ഘടന, ഇന്നർ ലെയർ എന്ന് പറയുന്നത്, ഇന്നർ സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ നമുക്ക് 3 പാളികളാക്കിയിട്ട് തിരിക്കാം. ക്രസ്റ്റ്, മാന്റിലെ, കോർ. കോറിനെ തന്നെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും നമുക്ക് തിരിക്കാവുന്നതാണ്.
ഭൂമിയുടെ ഉൾഘടനയിലെ രണ്ടാമത്തെ ലെയറായ മാന്റിലാണ് വജ്രം രൂപം കൊള്ളുന്നത്. ഭൂമിയുടെ ഉള്ളിലെ ലെയറുകളിലെ രണ്ടാമത്തെ ലെയറിലായ മാന്റിലാണ് വജ്രം രൂപം കൊള്ളുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ബേസിക് ആയിട്ട് നോട്ട് ചെയ്തിരിക്കേണ്ടത് ഏതൊക്കെയാണ്? ലിത്തോസ്ഫിയർ ആണ്. ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ ആണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് 3 പാളികളാണ് ഉള്ളത്. ക്രസ്റ്റ്, മാന്റില്, കോറ്. കോറിനെ നമുക്ക് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും തിരിക്കാവുന്നതാണ്. മാന്റിൽ എന്ന പോർഷനിലാണ് എന്ത് കാണുന്നത്? വജ്രം കാണുന്നത്. ഇന്നർ ലെയേഴ്സ് ഓഫ് എർത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉൾഭാഗത്തിനെ പ്രധാനമായിട്ട് 3 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ക്രസ്റ്റ്, ഭൂവൽക്കം എന്നറിയപ്പെടുന്ന ക്രസ്റ്റ്, മാന്റില്, കോറ്. കോറിനെ തന്നെ നമുക്ക് എങ്ങനെ തിരിക്കാം? ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ക്രസ്റ്റിനെ പറ്റിയാണ്. ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ബാഹ്യമായിട്ടുള്ള പാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഭൂവൽക്കം എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ ആണ്. അപ് ടു 75 കിലോമീറ്റർ തിക്നെസ് ആണ് ക്രസ്റ്റിനുള്ളത്. പിന്നെ ക്രസ്റ്റ് കഴിഞ്ഞാൽ വരുന്ന പാളിയാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മിഡിൽ ലെയർ ഓഫ് എർത്ത് ആണ് മാന്റിൽ എന്ന് പറയുന്നത്. 2800 കിലോമീറ്ററോളം തിക്നെസ് ഉള്ള ഒരു പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ദി അപ്പർ പാർട്ട് ഫോംസ് എ പാർട്ട് ഓഫ് ലിത്തോസ്ഫിയർ ആൻഡ് ഈസ് റിജിഡ്. അപ്പൊ റിജിഡ് ആയിട്ടുള്ള പോർഷനെ നമുക്ക് എന്ത് വിളിക്കാം? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാം. ദി ലോവർ സെമി മോൾട്ടൺ പാർട്ട് ഫോംസ് ദി അസിത്തനോസ്ഫിയർ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മാന്റിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്തത് കോർ ആണ് അല്ലെ. കോറിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും വിളിക്കാം. ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ആണ് ഔട്ടർ കോർ എന്ന് പറയുന്നത്. പുറക്കാമ്പ് എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് കമ്പോസ്ഡ് ഓഫ് അയൺ ആൻഡ് നിക്കൽ. അപ്പൊ നിക്കൽ, ഇരുമ്പ് എന്നിവയാൽ നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഇന്നർ കോമ്പാണ്. ഭൂമിയുടെ ഇന്നർ കോർ ആണ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്നർ കോർ, അകക്കാമ്പ് എന്ന് വിളിക്കുന്നത്. സെന്റർ പാർട്ട് ഓഫ് ദി എർത്ത്. ദി ഔട്ടർ കോർ പാർട്ട് ഓഫ് കോർ ഹാസ് ലിക്വിഡ് പ്രോപ്പർട്ടീസ്. അപ്പൊ അകക്കാമ്പിലെ ലിക്വിഡ് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സെൻട്രൽ പാർട്ട് ഓഫ് ദി കോർ എന്ന് പറയുന്നത് ഏതാണ്? ഇന്നർ കോർ ആണ്. സോഷ്യൽ സയൻസ് എന്ന ടോപ്പിക്കുമായി നമ്മൾ ഇന്ന് പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മനസ്സിലായി, എന്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാനും ചില ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം 2018 ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് എക്സാമിൽ ഒരു ചോദ്യമാണ്. ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് മൗര്യ ഡൈനാസിറ്റി? ഓപ്ഷൻ എ ബിന്ദുസാര, ഓപ്ഷൻ ബി അശോക, ഓപ്ഷൻ സി ചന്ദ്രഗുപ്ത, ഓപ്ഷൻ ഡി ശാലിശുക. ഉച്ചാരണത്തിൽ എന്തെങ്കിലും പിഴവുണ്ട് എങ്കിൽ ക്ഷമിക്കണം. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ചന്ദ്രഗുപ്ത. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2018 ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് എക്സാമിലെ ഒരു ചോദ്യമാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നത്. എന്താണ് ചോദ്യം? ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ലിത്തോസ്ഫിയർ, ഓപ്ഷൻ ബി അയണോസ്ഫിയർ, ഓപ്ഷൻ സി അസിത്തനോസ്ഫിയർ, ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ് ഉത്തരം? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളെ, പാർട്ടിനെ കുറിച്ച്, ലെയറിനെ കുറിച്ചിട്ടാണ് ചോദ്യം. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് അയണോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഒഴിവാക്കാവുന്നതാണ്. പിന്നെയുള്ള 2 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ്. ലിത്തോസ്ഫിയറും അസിത്തനോസ്ഫിയറും. അപ്പൊ ചോദ്യം ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് എന്നാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ലിത്തോസ്ഫിയർ ആണല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഭൂമിയിലെ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. വേർ ഈസ് ലൊക്കേറ്റഡ് ഓസോൺ ലെയർ? ഓസോൺ ലെയർ എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി തെർമോസ്ഫിയർ, ഓപ്ഷൻ ഡി മീസോസ്ഫിയർ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമ്മൾ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സിനെ കുറിച്ച് പഠിച്ചതാണ്. അതിൽ ഏത് പാളിയിലാണ് ഓസോൺ ലെയർ കാണുന്നത്, ഓസോൺ കാണുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2016 മുതലുള്ള സെറ്റ് എക്സാമിലെ ചോദ്യപേപ്പറുകളെ മുൻനിർത്തി സോഷ്യൽ സയൻസ് എന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്.
ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ലേണേഴ്സ്.